വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിയർ ലവ്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ആപ്പിനെ പറ്റിയുള്ളൊരു വീഡിയോ. നിങ്ങൾക്ക് ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തിയത് അത് ഒരുമാതിരി എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ. ഇപ്പോൾ ഈ ആപ്പ് അധികം അങ്ങനെ ആർക്കും അറിയാത്തൊരു ആപ്പാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീബോർഡിന്റെ സ്റ്റൈൽ തന്നെ വേറെ ലെവലാക്കി എടുക്കാവുന്ന ഒരു കിടുക്കാച്ചി ആപ്പായിട്ട് അത് പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ്. അന്നേരം അതിനെ പറ്റിയുള്ള വീഡിയോ അത് ഡൗൺലോഡ് ചെയ്യുന്ന അതിൻ്റെ ഫുൾ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ട്യൂട്ടോറിയലിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിപ്പുറത്ത് തന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സീക്രട്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി സ്റ്റൈലിഷ് ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അന്നേരം നിങ്ങൾ ഈ ആപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓപ്ഷൻ വരുമ്പോൾ നെക്സ്റ്റ് അടിച്ച് വിടുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് എഗ്രി കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫോൺ ഇവിടെ റെഡിയായി. സ്റ്റൈലിഷ് ടെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടില്ലേ, കുറേ ഫോണ്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ മേലിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇമോജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിറയെ ഷേപ്പുകൾ ലഭിക്കുന്നതാണ്. ചിറക്, അങ്ങനെ പല സിമ്പലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി സ്റ്റൈലിഷ് കീബോർഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ആഡ് സ്റ്റൈലിഷ് കീബോർഡ് ഫ്രം ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് സെറ്റിംഗ്സ് ഓഫ് ഡിവൈസ്. ആഡ് കീബോർഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റൈലിഷ് ഫോണ്ട് ഓൺ ചെയ്യുക. ഇനി ബാക്ക് അടിക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, സെറ്റ് സ്റ്റൈലിഷ് കീബോർഡ് ഓഫ് ഡിഫോൾട്ട് കീബോർഡ് ഫ്രം ഡിവൈസ് സെറ്റിംഗ്സ്. സെറ്റ് കീബോർഡ് കൊടുക്കുക. എന്നിട്ട് സ്റ്റൈലിഷ് ഫോണ്ട് കൊടുക്കുക. ഇനി ഡൈ കീബോർഡ്, ഡു ഇറ്റ്സ് യുവർ സെൽഫ് ചേഞ്ച് കീബോർഡ് തീം ആസ് യു ലൈക്ക്. ഡൈ കീബോർഡ് കൊടുക്കുക. ആദ്യം കീബോർഡിൻ്റെ കളർ ഒരു പച്ചയും കറുപ്പും ആയിരിക്കും. അത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നീല, ചുമപ്പ്, അങ്ങനെ പല രീതിയിലും. നടുക്കലത്തെ ഐക്കണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് മേലിൽ ടോപ്പ് സൈഡ് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ സേവിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നേരത്തെ കണ്ട അത്രയും ഫോണ്ട് ഒന്നും നിങ്ങൾക്ക് പോരാങ്കിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ, അതായത് ഫോണ്ട് പ്രിവ്യൂ, അത് ക്ലിക്ക് ചെയ്യുക. ഇനി താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇൻഫോർമേഷൻ എന്ന് വരുമ്പോൾ ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഉദാഹരണത്തിന് ഇത് സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് വലുതാക്കി നോക്കണമെങ്കിൽ ഫോണ്ട് സൈസ് എന്നൊരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് സൈസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് നോക്കാൻ സാധിക്കും. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ പെർമിഷൻ ചോദിക്കുമ്പോൾ അലോ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ മെസ്സേജ് മേക്കർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇവിടെ കീബോർഡിൻ്റെ ഐക്കണിൻ്റെ തൊട്ടിപ്പുറത്ത് ടി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് വേറൊന്നുമല്ല, നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി ലെഫ്റ്റ് സൈഡ്, ഇനി അതിൻ്റെ തന്നെ തൊട്ടിപ്പുറത്ത് വേറെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സ്ക്വയറിൻ്റെ. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് മാറ്റി മറിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ നോർമൽ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തു. ഇനി ഏറ്റവും അവസാനത്ത് നമുക്ക് ഫോണിൻ്റെ ഈ ഒരു ആംഗിൾ നമുക്കങ്ങ് മാറ്റാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റാൻ സാധിക്കും, റൈറ്റ് സൈഡിലോട്ട് മാറ്റാൻ സാധിക്കും, സെൻറ്ററിലും കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി. ഇനി നിങ്ങൾക്ക് ടിക്കിൻ്റെ ഓരോ ഓപ്ഷൻ ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റിമറിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്.